നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സത്യത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത്. മലയാളി വാർത്ത ചെയ്ത കഴിഞ്ഞയാഴ്ച മലയാളി വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച ഒരു വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് ചെക്കടിക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ തവണ മലയാളി വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു. അത് അധികൃതരുടെ മുന്നിൽ എത്തി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്. കാരണം ഓരോ വാഹനങ്ങൾ, കുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് പോകുന്നതിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു റോഡിന് ശാപമോക്ഷം കിട്ടി എന്നതിൽ ഞങ്ങളിലൂടെ അത് സാധിച്ചു എന്നതിൽ അഭിമാനിക്കുന്നു. എന്തായാലും ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാളുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയാണ് ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതും സംസാരിച്ചതും. സാർ, കഴിഞ്ഞ തവണ വന്നപ്പോൾ സാർ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് അധികൃതർ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അത് മലയാളി വാർത്തയിലൂടെ സാർ അറിയിച്ചതിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനം സാറിനെ അറിയിക്കുകയാണ്. എന്താണ് ഈ ഞങ്ങൾ വാർത്ത ചെയ്തതിന് പോയതിനു ശേഷം പിന്നെ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, ഈ ഹരിപ്പാട് ചെക്കടിക്കാട് റോഡ് ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹരിപ്പാട് എന്ന് പറയുന്ന മെയിൻ സെന്ററും അമ്പലപ്പുഴ എടത്വ റോഡുമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. പക്ഷെ ഈ റോഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് വേണ്ട പുരോഗതി കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടാകാതിരുന്നതും അതിനുശേഷം ഈ പഞ്ചായത്തിൽ ഇത് യഥാർത്ഥത്തില് ഹരിപ്പാട് മുതൽ ആയാപറമ്പ് കടവ് വരെ PWD റോഡും ആയാപറമ്പ് കടവ് മുതൽ പിന്നെ ചെക്കടിക്കാട് വരെ പഞ്ചായത്ത് റോഡുകളുമാണ്. ഇത് രണ്ട് പഞ്ചായത്തിനെ ബന്ധപ്പെടുത്തി കിടക്കുന്ന, ഒന്ന് തകഴി പഞ്ചായത്തിനെയും ഒന്ന് ചെറുതന പഞ്ചായത്തും. ഇത് ചെറുതന പഞ്ചായത്തിന്റെ പോർഷനാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. ആയാപറമ്പ് കടവ് മുതൽ വെട്ടുകുളഞ്ഞൊരുള്ള ഭാഗം. ഈ ഭാഗം വളരെ തകർന്ന് തരിപ്പണമായി നേരത്തെ നല്ല രീതിയിൽ കിടന്ന ഒരു റോഡായിരുന്നു. പക്ഷെ ഇത് നിരന്തരമായി പിന്നീടുള്ള മെയിന്റനൻസിന്റെ പോരാഴികയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. പല രീതിയിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആർക്കും വേണ്ടാത്ത ഒരു റോഡ് പോലെ കിടക്കുന്ന ഒരു അവസരത്തിലാണ് മലയാളി വാർത്ത അവിടെ വന്ന് ഇതെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റേതായ അർഹതപ്പെട്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങി. ഞാൻ അന്ന് പറയുകയുണ്ടായി, ഇത് 3 രീതിയിൽ കൂടെ മാത്രമേ ഈ റോഡ് പൂർത്തീകരിക്കാൻ പറ്റൂ. ഒന്ന്, ഇതിന്റെ യഥാർത്ഥ അവകാശം എന്ന് പറഞ്ഞ പഞ്ചായത്താണ്, ചെറുതന പഞ്ചായത്ത്. അപ്പൊ ആ ചെറുതന പഞ്ചായത്ത് കമ്മിറ്റി ഈ റോഡ് ഏറ്റെടുത്തപ്പോൾ ചെയ്യാനുള്ള നടപടികൾ നീങ്ങണം. അതല്ല എങ്കിൽ പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ നിന്ന് മണ്ണ് ലേലം ചെയ്ത് കൊടുത്ത് ഗവൺമെന്റ് പണം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ചെയ്യണം. അതല്ല എങ്കിൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടറെ കൊണ്ട്, മണ്ണിന്റെ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കണം. ഈ 3 നിർദ്ദേശം ഞാൻ വെച്ചിരുന്നത്. അപ്പോ ഇപ്പൊ ഒരു വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു ഈ വർക്ക് ചെയ്യുന്നതിന് കോൺട്രാക്ടറെ സമീപിക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടറെ സമീപിച്ചു. കോൺട്രാക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് വിധേനയും നല്ല രീതിയിൽ തന്നെ ഈ റോഡിന്റെ വർക്ക് പൂർത്തീകരിക്കാം എന്നൊരു ഒരു വാക്കാൽ കരാർ, അത് ഇന്ന് അവരതിന്റെ എഗ്രിമെന്റ് പഞ്ചായത്തിൽ വെക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എഗ്രിമെന്റ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ പോയി എഗ്രിമെന്റ് വെക്കാൻ ഈ മണ്ണ് കോൺട്രാക്ട് വിളിച്ചിട്ടുള്ള കോൺട്രാക്ടർ തയ്യാറാണ്. ആ കോൺട്രാക്ടർ അത് തയ്യാറായിരിക്കുന്ന കാര്യം നടപ്പിലാക്കുന്നതിനുള്ള കാര്യത്തിൽ ചെറുതന പഞ്ചായത്ത് കമ്മിറ്റി കൂടി ശ്രമിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ദ്രുതഗതിയിൽ തന്നെ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു നല്ല ഒരു മുന്നേറ്റം ഞങ്ങളുടെ ഈ റോഡിന്റെ പുരോഗതിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞതിൽ മലയാളി വാർത്തയെ അനുമോദിക്കാൻ കൂടി സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. എന്തായാലും മലയാളി വാർത്തയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ കൂടിയായ രാധാകൃഷ്ണൻ ചേട്ടൻ, കാരണം ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രാധാകൃഷ്ണൻ ചേട്ടൻ ഞങ്ങളെ വിളിക്കും, ഞങ്ങളുമായിട്ട് സംസാരിക്കും, ഞങ്ങളുടെ വാർത്തകൾ സ്ഥിരം കാണുന്ന ഒരാൾ കൂടിയാണ്. ചേട്ടാ, ഈ റോഡിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞ തവണ ചേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു. സാറിനെ, രാമചന്ദ്രൻ സാറിനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. പിന്നീട് ഇതിനൊരു പരിഹാരം കണ്ടു. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പൊ നോക്ക്, ബസ് പോകുന്നത് കണ്ടോ? ഈ ബസ് പോകുന്നത് വളരെ ഇത്രയും ആൾക്കാരുമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ചവിട്ടി നിർത്തിയാണ് പോകുന്നത്. ഇവരങ്ങ് വരെ ചെല്ലുമ്പം അതെ കണ്ടോ, അവർ പറയുന്നത് എല്ലാം അത് തന്നെയാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് പറയുന്നത്. കാരണം അവിടെ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. വടക്കോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പോകാൻ വലിയ പാടാ. അപകടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വള്ളംകളി റോഡില് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇതിന്റെ വേറൊരു പ്രശ്നമുണ്ടെന്ന് നമുക്കൊരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആയാപറമ്പ് തണ്ടക്കരെ, അതുപോലെ തന്നെ ഹരിപ്പാട് 3 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഇവിടെ ഒരു UP സ്കൂളുണ്ട്, ഞങ്ങപ്പുറത്ത് LP സ്കൂളുണ്ട്. ഇവിടെ എല്ലാം പോകുന്ന കുട്ടികളാണ്ട് ഇവിടുത്തെ ആ കുട്ടികളൊക്കെ സൈക്കിളിൽ വരുന്നതാണ്.
ഇവർ ഈ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. ഇത്രയും സ്കൂളിൽ പോകേണ്ട കുട്ടികൾ വളരെ ചുരുക്കം പേരെ ബസ്സിന് പോകുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്, ബസ് ഇങ്ങോട്ട് വരായിരുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ സൈക്കിളുകാർക്ക് അതിലും വലിയതാണ്ട ചാടി വരുന്നുണ്ടല്ലേ. ഇവരൊക്കെ വളരെ കെയർ ചെയ്താണ് ഇതിലൂടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇത്ര ശോചനീയാവസ്ഥ. ഒന്നുകിൽ ഈ സ്കൂളിൽ ഈ റോഡ് ശരിയാക്കുന്ന വരെ അവധി കൊടുക്കണം, ഈ UP സ്കൂളിനെങ്കിലും. കാരണം ഈ പിള്ളേരെല്ലാം 2-3 ജോഡി യൂണിഫോം വീട്ടിൽ വെച്ചിട്ടാണ് വരുന്നത്. കാരണം ഒന്ന് പോയി കഴിഞ്ഞാൽ പകുതി വഴിയാകുമ്പോൾ അത് ചള്ളയാകും, പിന്നെ തിരിച്ചു പോയി എടുത്തോണ്ടിരുന്ന അവസ്ഥകളും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ അപ്പുറത്തൊരു മിൽമയുടെ ഒരു സൊസൈറ്റി ഉണ്ട്. അവിടെ പാലിലെ കൂടെയാണ് 2 വീലറും സൈക്കിളിലും എല്ലാം കൊണ്ടുപോകുന്നത്. തിരിച്ച് ഇവർ വണ്ടി പിന്നെ പുന്നപ്പുറയ്ക്ക് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെയാണ്. ഇതിലെല്ലാം പാലിലാണ് പോകുന്നത്. അതെല്ലാം വളരെ ബുദ്ധിമുട്ടി. ഏകദേശം 1 കിലോമീറ്റർ പോകണം 1 മണിക്കൂർ എടുക്കുന്ന രീതിയിലാണ് ആ വണ്ടി എല്ലാ വണ്ടിയും വരുന്നത്. കുട്ടികളെ നമ്മൾ കണ്ടു, കുട്ടികൾ പോകുന്ന കാര്യം എല്ലാം പറഞ്ഞു. അടുത്ത സമയത്ത് ഒരു കുട്ടി അവിടെ പിന്നെ സൈക്കിൾ എടുത്ത വഴി തട്ടി കട്ടിൽ വീണു. പിന്നെ വീട്ടിൽ പോയി യൂണിഫോം ചേഞ്ച് ചെയ്തൊക്കെയാണ് പോയത്. അപ്പൊ ഇത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഈ മലയാളി വാർത്ത തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് വേണ്ട രീതിയിൽ എഫക്ട് ചെയ്തു, നടപടി തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത്തരം ഒരു നടപടി തുടങ്ങിയാൽ മലയാളി വാർത്ത അത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. ഈ റോഡ് തന്നെയല്ല, ഇതിന് കുറച്ച് മുമ്പ് കിഴക്ക് പടിഞ്ഞാറ് കണ്ണഞ്ചേരി പായിപ്പാട് റോഡിന്റെയും മലയാളി വാർത്തയുടെ റിപ്പോർട്ട് വന്നു. ഉടൻ തന്നെ ആ റോഡ് ശരിയാക്കി. അപ്പൊ ഇനി ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്ന് കണ്ടപ്ര പാലം ഇതെല്ലാം നമ്മളെ അജണ്ടയിലുള്ളതാണ്. അത് നടക്കട്ടെ എന്ന് അറിയിക്കുന്നു. മലയാളി വാർത്തയ്ക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഒരു വാർത്ത അത് അധികൃതരുടെ മുന്നിൽ എത്തി അതിന് ഫലം കണ്ടു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ കൂടി വിജയമാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ടീമിന്റെ മുഴുവൻ വിജയമാണ്. കാരണം മലയാളി വാർത്തയെ വിശ്വസിച്ച് നിരവധി പേരാണ് ഈ ഒരു ചാനൽ കാണുന്നതും നമുക്ക് വേണ്ടി നമ്മുടെ വാർത്തകൾ കണ്ട് ഷെയർ ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും അധികൃതരുടെ മുന്നിൽ ഈ വാർത്ത എത്തിച്ചു, അവരെ കണ്ണു തുറപ്പിച്ചു. ഇതിനൊരു ശാപമോക്ഷം ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ ഈ റോഡ് നല്ല രീതിയിലാക്കി ഈ റോഡിനൊരു ശാപമോക്ഷം കിട്ടാൻ മലയാളി വാർത്ത കാരണമായി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ക്യാമറാമാൻ രാജീവ് ആയാപ്പറമ്പിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.